ഉസ്താദെ, ഈ പെണ്ണ് ജുമ ഇത്തര ജമാഅത്തുകൾ പള്ളികളിൽ പോവാമോ? ഇറ ചൊല്ലതായിട്ടിക്കള് സിംപിളി ആയിട്ടുള്ള മറുപടി. ഓരോ നിലക്കും പെണ്ണുക്ക് പള്ളിയിൽ അവകാശമേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് ഉപയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, പെണ്ണുക്ക് അവയിട്ടിക്കട് ഏറ്റവും ഹൈർ, നിസ്കരിക്കേണ്ട ദൗത്തിലായിട്ടിക്കട് അതേ വിഷയമായിട്ടിക്കട്. പരിശുദ്ധ ഖുർആൻ പെണ്ണുങ്ങളെ കുറിച്ചിട്ട് ഓരിടത്തും പള്ളിക്ക് പോകണു ചൊല്ലിട്ട് ഒരു ആയത്തോ ഒരു ഹദീസോ ഞങ്ങൾക്ക് കാണിക്കുക. ഹിജാബിൽ പിന്നെ ഒരു ഹദീസിനെ കാണിക്കുക സാധ്യത. ഹിജാബിക്ക് മുന്നോട്ട് പെണ്ണുങ്ങൾ പള്ളിക്ക് പോയാൽ വലിയ ഹദീസുകൾ പല നിലക്കും വിവരണമായിട്ട് നമുക്ക് കിതാബിൽ കാണാനും സാധ്യമാണ്. അതേ സമയത്തിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചൊല്ലുക സൂറത്തുൽ നൂറിൽ ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീ അസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുബി വൽ ആസ്വാൽ റിജാൽ. അവിടെ റിജാൽ നണ്ട പോലത്തെ 110 ആണ്, നിങ്ങളും ഞങ്ങളും ആണിങ്ങളും ഇങ്ങായിട്ട് ഇവിടെ പള്ളിക്ക് പോവേണ്ടത് ചർച്ച. പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനിച്ച കുറെ മുഫസ്സിറന്മാരുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഫസ്റ്റ് ഓഫ് ഓൾ അതൊക്കെ ചൊല്ലുന്നത് ലിമ ഖുസ്സർ റിജാലു ബിദ്ദിക്രി, കൂടെ റിജാലുണ്ട് അല്ലാഹു എന്തിനു ഉപയോഗിച്ച ഒരു ഉത്തരം ചോദ്യമല്ല. റിജാലുണ്ട് അല്ലാഹു ചെന്ന ഖുർആൻ എന്തിക്ക് ചെന്ന അതൊക്കെ ബഹുമാനപ്പെട്ട റാസി ഇമാം തങ്ങൾ ചെല്ലുന്നത് അന്ന നിസാ ലസ്ന മിൻ അഹ്ലി തിജാറാത്തി അബിൽ ജമാഅത്ത്. പെണ്ണ് ചൊല്ലത് അങ്ങ് കച്ചവടം ചെയ്യുക അല്ലെങ്കിൽ പള്ളിക്ക് പോയിട്ട് നിസ്കരിക്കുകയോ ഉള്ള ആളുമാർ അല്ലേ അല്ല. ഇതായിട്ടിക്കട് പെണ്ണ്. അപ്പൊ പെണ്ണ് കച്ചവടത്തെ ആളല്ല, പെണ്ണ് ജുമാഅത്തേക്ക് പള്ളിക്ക് പോകേണ്ട ആളല്ല, പെണ്ണ് ജമാഅത്തേക്ക് പള്ളിക്ക് പോകണ്ട. ഇതായിട്ടിക്കട് പരിശുദ്ധ സൂറത്തുൽ നൂർ 35-36 ആയത്തിൽ വിവക്ഷം വെച്ചിട്ട് റാസി ഇമാം തങ്ങൾ ചൊല്ലും. ഒരു ഇബാറത്ത് മാത്രം നാ വായിച്ച്. ഇനി ഇതേ ഇബാറത്തായിട്ടിക്കട് എല്ലാവരും ചൊല്ലും. ബഹുമാനപ്പെട്ട റൂഹുൽ ബയാൻ ഇസ്മായിൽ ഹിക്കി തങ്ങൾ ചൊല്ലി അന്നഹു ലാ ജുമുഅത അലൻ നിസാഇ വലാ ജമാഅത ഫിൽ മസ്ജിദ്. പെണ്ണുക്ക് ഒരു ജുമയോ ജമാഅത്തോ പള്ളിയിൽ ഇല്ല, അധികാരമില്ല, അതുക്കുള്ള ഒരു അവസരം പോലും ഇല്ല. ഈ വിഷയത്തെ എടുത്തിട്ട് ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം റളിയല്ലാഹു അൻഹു ചൊല്ലു എന്തിനായിട്ടിക്കട് ഇത് ലാ ജുമുഅത അലൈഹിന്ന വലാ ജമാഅത വഅന്ന സ്വലാത്തഹുന്ന ഫീ ബുയൂത്തിഹിന്ന അഫ്ളലു. പെണ്ണുക്ക് ജുമ ഇല്ല, ജമാഅത്തില്ല, ഒരു അധികാരവും പള്ളിയിലില്ല. ഖുർത്തുബി 6ാം വാല്യം 183 പേജ്. സ്വാവിൽ ചൊല്ലു ഹുസ്സു ബിദ്ദിക്രി അന്ന ശഹനം മുനൂറുൽ മസാജിദ് ലാ ജുമുഅത വലാ ജമാഅത. പെണ്ണുക്ക് പള്ളിയിൽ കൂടണു ചൊല്ലിട്ട് ഓരോ നിലക്കുള്ള അധികാരം പെണ്ണുങ്ങൾ. ഇത് സ്വാമി ഇമാം തങ്ങൾ ചൊല്ലുന്നത്. ഖാസിനിൽ ചൊല്ലി ഇതുപോലെ ബഹുമാനപ്പെട്ട ഇബ്നു കത്തീർ ചൊല്ലു. ഇബ്നു കത്തീർ ചൊല്ലുന്നത് സലഫി ആശയത്തെ നേതാവായ ആചാരകനായ ഇബ്നു തൈമിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനായിട്ട് ഇബ്നു കത്തീർ ചൊല്ലുന്നത് അമ്മൻ നിസാഉ ഫസ്വലാത്തുഹുന്ന ഫീ ബുയൂത്തിഹിന്ന അഫ്ളലു ലഹുന്ന. ഇതിന് ചർച്ചയില്ല. ഇബ്നു കത്തീർ ചൊല്ലിട്ട് അങ്ങനെ നിസ്കാരം പെണ്ണുങ്ങളുടെ നിസ്കാരം പള്ളിയിലാവണം എന്നല്ല, ഔത്തിലാവണം, അത് ഹൈറാണ്. പിന്നെ ഈ ഇബ്നു കത്തീർ ഇങ്ങനെ ചൊല്ലുമ്പോഴത്തേക്കും പിന്നെ അതിൽ നിങ്ങൾ പിന്നെ വിവക്ഷം വയ്ക്കേണ്ട ആവശ്യം എന്താ? ഒന്നുമില്ല. പിന്നെ ഇബ്നു കത്തീർ കർണഫി ബുയൂത്തിക്കുന്ന ചൊല്ലുന്ന പെണ്ണിങ് അങ്ങൾ ഔഫി ബുയൂത്തിഹിന്ന അങ്ങനെ ഔത്തുല് വെച്ചിട്ട് നിസ്കരിക്കട്ടെ, പുറത്തിറങ്ങണ്ടായിട്ട് ഇബ്നു കത്തീർ ചൊല്ലു. അപ്പൊ ഇത്ര വിവക്ഷം വെച്ചിട്ട് നോക്കുമ്പോൾ ദുറുൽ മൻസീറിൽ ചൊല്ലു അൻ ഷുഹൂദി സ്വലാത്തിൽ മക്തുബ, ഓരോ നിലക്കും ഫറലാക്കപ്പെട്ട നിസ്കാരമായി ഇത്ര നിസ്കാരത്തുക പെണ്ണ് പള്ളിക്ക് പോകണം. പെണ്ണിന് പള്ളിയിൽ അധികാരം ഇല്ല, പെണ്ണ് പള്ളിക്ക് പോകേണ്ട ഒരു ആവശ്യവും ഇല്ല. ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ ഇതിൽ ചർച്ച ചെയ്യണം. 100 കണക്കിന് തഫ്സീറുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോ ഇത്രയൊന്നും ആക്കിയിട്ട് ഇനി ഞങ്ങളെ മുഫസ്സിരീങ്ങളെ വിഷയം എടുത്ത് ഇനി ഞങ്ങളെ ബഹുമാനപ്പെട്ട മുഫക്കിഹീങ്ങൾ ഫിഖ്ഹി ശാസ്ത്രങ്ങൾ ഇതിനെ കുറിച്ചിട്ട് ചൊല്ലിട്ട് എന്തൊരു നോക്കൂ. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹജർ ഹൈതമി റളിയല്ലാഹു തുഫ ഈ കണ്ടതായിട്ട് തുഫ, ഈ തുഫയിൽ ചെല്ലുന്നത് അമ്മൽ മർഅതു ഫജമാഅത്തുഹാ ഫി ബൈതിഹാ, പെണ്ണ് അവളെ ജമാഅത്ത് ഔത്തിലായിട്ട് നിസ്കരിക്കേണ്ടത്. അതേ വിഷയം എടുത്തിട്ട് നവൈമാം റളിയല്ലാഹു അൻഹു ശറഉൽ മുഅദ്ദബിൽ കൊണ്ടുവന്നു, റൗദയിൽ കൊണ്ടുവന്നു. ഒരേ ഭാഗത്ത് ജമാഅത്തുൻ നിസാഇ ഫിൽ ബുയൂത്തി അഫ്ളലു മിൻ ഹുദൂറിഹിന്നൽ മസാജിദ, പെണ്ണ് അവൾ ഔത്തിലായിട്ട് നിസ്കരിക്കേണ്ടത്, പള്ളിക്ക് ഒരു നിലക്കും വരണ്ട. അത് ചൊല്ലത് നവൈമാം തങ്ങൾ ഷാഫി മദഹബിലെ 2ാം ഷാഫി എന്നറിയപ്പെട്ട റൗദയിലും ഇതേ ഭാഗത്ത് കൊണ്ടുവന്നു. അത് മാത്രമൊന്നുമല്ല, ബഹുമാനപ്പെട്ട ബദ്രുദ്ദീൻ ഇബ്നു ഖാദി റഹിമഹുല്ലാഹ് അമ്മൽ മർഅതു ഫജമാഅത്തുഹാ ഫി ബൈതിഹാ അഫ്ളലു ലിഖൗലി ലാ തംനഉ നീമാ അല്ലാഹി മസാജിദ, പെണ്ണ് നിസ്കരിക്കേണ്ടത് ഔത്തായിട്ടിക്കത്. ഇങ്ങനമേ ആയിട്ടിക്കട് മഹത്തുക്കളായ എല്ലാവരും കൊണ്ടുവന്നത്. നഗുന്തുണ്ട് അജാലത്തുൽ മുഹ്താജില തൗജീൽ മിൻഹാജ് ചൊല്ലുന്നത് ഇബ്നു ബർഖ് റഹിമഹുല്ലാഹ് ചൊല്ലുന്നത് 803 വഫാത്ത് അമ്മൽ മർഅതു ഫജമാഅത്തു ഫി ബൈതിഹാ അഫ്ളലു ലിഖൗലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയൂത്തുന്ന ഖൈറുൽ ലഹുന്ന. 100 കണക്കുള്ള ചെന്നു പണ്ടത് ഒന്നേ ഷർവാണി ചൊല്ലു ഔത്തുൽ നിസ്കരിക്കണോ. ബഹുമാനപ്പെട്ട നിഹായൽ ഇമാം റംലി റളിയല്ലാഹു അൻഹു ഇത് നിഹായായിട്ട് റംലി റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത് എന്നിട്ട് അമ്മൽ മർഅതു വൽ ഖുൻസ ഫജമാഅത്തുഹുമാ ഫി ബുയൂത്തിഹിമാ അഫ്ളലു. പെണ്ണ് പള്ളിയിൽ അധികാരമില്ല, പള്ളിക്ക് വരണ്ട, അവൾ ഔത്തുൽ നിസ്കരിക്കട്ടെ. എല്ലാ നിലക്കും അങ്ങനെ ഔത്തുൽ നിർബന്ധമായിട്ട് ജറൂരിയായിട്ട് നിൽക്കണം. ഓരോ ചർച്ചക്കും പെണ്ണ് പുറത്തിറങ്ങണ്ട.
പെണ്ണ് പുറത്തിറങ്ങേണ്ട ചെന്നിട്ട് ഞങ്ങൾക്ക് എല്ലാ നിലക്ക് പഠിപ്പായിട്ട് തന്നതായിരിക്കും. ബഹുമാനപ്പെട്ട മുകളിൽ ഷിർബീൻ ഇമാം റഹിമഹു എന്ന് ചൊല്ലു എന്നിട്ടോ ജമാഅത്തുൽ മർഅത്തി വൽ ഖുൻസാ ഫിൽ ബൈത്തി അഫ്ളു മിൻഹാ ഫിൽ മസ്ജിദ്. പള്ളിക്ക് പണ്ടേക്കാൾ ഏറ്റവും നല്ലത് പെണ്ണ് അവളെ ഔത്തുൽ വെച്ചിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുക, അല്ലെങ്കിൽ അവളെ ഔത്തുൽ നിസ്കരിക്കുക. എന്നിട്ട് കയർ ബുയൂത്തി ഇല്ലാണ്ട് ഇമാമിങ്ങൾ സർവ്വറും ഉദ്ധരിക്കുക ഹദീസുകൾ ഞങ്ങൾ നോക്കി കാണാം. ഈ കാണ്ടതിൽ ഏകദേശം 22 പേജിൽ 22 പേജിലും നാം നോട്ടാക്കി എടുത്തത് പെണ്ണ് പള്ളിക്ക് പോകുതീരെ ഇല്ല. ഓരോ നിലക്കും പെണ്ണുക പള്ളി അനുവദനീയമേ അല്ല. ഈ വിഷയത്തില് ചമ്മനങ്ങ് ചർച്ചാക്കുകയില്ല. സലഫിയ ആശയത്തെ തലതൊപ്പനായ നേതാക്കളായിട്ടിക്കട് നാൻ എണ്ണിച്ചുള്ളത് ഇവള് കത്തീർ ചെന്ന്. പിന്നെ ഷൗക്കാന്റെ നൈലുൽ ഔത്താർ നോക്ക്. നൈലുൽ ഔത്താറിലെ 2-ാം വാല്യത്തിൽ 125 പേജ്. വയഹ്റുമു അലൈഹിന്നൽ ഖുറൂജു ലിഖൗലിഹി ഫലാ തശ്ഹദന ചൊല്ലത് ഹദീസായിട്ടിക്കട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് പെണ്ണ് പള്ളിക്ക് പോകണ്ട, അവരവണ്ട കൂടണ്ട, ഏതിൽ ഇടപെടണ്ട. ഈ വിഷയം ചൊല്ലുമ്പോൾ ഷൗക്കാനി ചൊല്ലത് ഏതൊരു പെണ്ണും ഉമ്മ പെത്ത ഒരു പെണ്ണായി കിട്ടിയും ആ പെണ്ണ് ഓരോ നിലക്കും ഏതവസരത്തിലും പള്ളിക്ക് പോണ്ട. അവള് പോണ്ടത് ഫിൽ മസാജിദ്, പള്ളിക്ക് പോണ്ട കാലം എല്ലാ നിലക്കും അവൾ ഔത്തുല് വെച്ചിട്ട് നിസ്കരിക്കലാണ് വേണ്ടത്. വയഹ്റുമു അലൈഹിന്നൽ ഖുറൂജ് കൊണ്ട് പള്ളിയല്ലാത്ത നിലക്ക് പള്ളിക്ക് ചെന്നിട്ട് ഇത്ര ഏതെങ്കിലും വിഷയത്തിൽ പെണ്ണ് ഔത്തുല് പുറത്തിറങ്ങൽ പച്ച ഹറാമായിട്ടിക്കുന്നുണ്ട് ഷൗക്കാനി ചൊല്ലുക. അപ്പൊ ഇത് ഞങ്ങൾ ചർച്ച കൊണ്ടുണ്ടാ ഒരു ചർച്ച നമുക്ക് ഇതിൽ ആവശ്യമില്ല. കാരണം പെണ്ണ് പള്ളിക്ക് പോകുന്നു ചെന്നിട്ടു ഞങ്ങളെ ഷാഫി മദാബിലോ അനഫി മദാബിലോ ഹംബലിയിലോ മാലിക്കിലോ ഒരു ഹദീസോ ഹിജാബിന് പിന്നെ ഇറങ്ങിയതായിട്ട് ഒരു നിലക്കും സമ്പ്രദായമായിട്ട് കൊണ്ടാടുകയില്ല. ഒരു തെളിവ് പരിശുദ്ധ ദീനിൽ ഇല്ല. അതുകൊണ്ടായിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങളെ പോലത്തെ മഹത്തുക്കൾ ചെന്നാറ് എന്നിട്ട് ഇന്നത്തെ ഈ കാലത്തിൽ പെണ്ണ് പള്ളിക്ക് പോകുത്തീറ. കാരണം എന്തേ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ചൊല്ലുന്നത് ഫസ്സവാബു അൽ ജസ്മു ബിത്തഹ്രീം. ഇന്നത്തെ നാളിൽ പെണ്ണ് പള്ളിക്ക് പോകുത്തീറ. വൽ ഫത്വ ബിഹി, പച്ച ഹറാമിന്റെ ഫത്വ കൊടുക്കും. പെണ്ണ് പള്ളിക്ക് പോകണ്ട, പച്ച ഹറാമായിട്ട് ഫത്താവൽ കുബ്ര 1-ാം വാല്യം 330 പേജിൽ ചൊല്ലുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പിന്നൊരുപക്ക ചൊല്ലുന്നു മഫാസിദു ഖുറൂജിഹിന്ന അൽആന മുഹഖഖ. പെണ്ണ് ഔത്ര ഇറങ്ങടാള ഉണ്ട്, അവിടെ ഫിത്ന ഉണ്ട്, അവിടെ ഫസാദ് ഉണ്ട്. അത് മുഹഖഖ 110% ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പെണ്ണ് പുറത്തിറങ്ങണ്ട. ഷർവാണിയിൽ ഈ വിഷയം എടുത്തുകൊണ്ട് ഏത് രീതിയിലും മൊത്തത്തിൽ പെണ്ണ് പുറത്തിറങ്ങണ്ട, അത് ഫിത്നയാണ് ചെന്നിട്ട് ഷർവാനി ചെല്ലുന്നത്. ഇതേ സമയത്തില് കിഫായത്തുൽ അഖ്യാറിൽ ബഹുമാനപ്പെട്ട തഖീദ്ദീൻ റഹിമഹുല്ലാ ചൊല്ലുന്നത് വഅമ്മാ ഫീ സമാനിന ഹാദാ ഇങ്ങനെ ചൊല്ലിട്ട് ലാസ്റ്റ് ചൊല്ലു ഫസ്സവാബു അൽ ജസ്മു ബിത്തഹ്രീമി വൽ ഫത്വ ബിഹി വല്ലാഹു അലം. എന്തേ പെണ്ണ് ഒരു നിലക്കും പുറത്തിറങ്ങണ്ട, ഹറാമായിട്ടിക്കുന്നുണ്ട്. കിഫായത്തുൽ അഖ്യാറിൽ ചൊല്ലുന്നത് ലിഅന്ന ഖുറൂജുന്ന സബബുൽ ലിൽ ഫിത്ന. ഉമ്മത്തുൽ ഖാരിൽ ബദ്റുദ്ദീൻ ലൈനി റഹിമഹുല്ലാ ചൊല്ലുന്നത് പെണ്ണ് പുറത്തിറങ്ങണല്ല, അത് ഫിത്നായിട്ടിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഉമ്മത്തുൽ ഖാരിൽ പിന്നൊരുപക്ക ചൊല്ലുന്നത് ലിഅന്ന ഫീ ഖുറൂജിന്ന ഖൗഫുൽ ഫിത്ന. പെണ്ണ് പുറത്തിറങ്ങണല്ല, അവിടെ ഫിത്ന ഉണ്ട്, അതിനെ പേടിക്കണേ. വഹുവ സബബുൽ ലിൽ ഹറാം, ഫിത്ന ഉണ്ടാവുക ഹറാമായിട്ടിക്കട്. ഒമാ യുഫ്ദി ഇലൽ ഹറാമി ഫഹുവ ഹറാമുൻ. ഒരു ഹറാമുക്ക് ഒരു കാര്യം ഉണ്ടാവുക ചെന്നിട്ട് ഉറപ്പുണ്ട എന്നെങ്കിലും അതുക്ക് സപ്പോർട്ട് ആക്കണം പച്ച ഹറാമു. ഹറാമു പ്ലസ് ഹറാമു പച്ച ഹറാമു മനസ്സിലാവണ്ട. അപ്പൊ ഒന്നും കൂടി പ്ലസ് ആയിട്ടിക്കട്. ഇവിടെ നോക്കൂ ലൈസൽ നിസാഇ നസീബുൻ ഫിൽ ഖുറൂജി ഇല്ലാ മുൽതറ. ബഹുമാനപ്പെട്ട ജാമി സഗീറിൽ ഫൈദുൽ ഖദീർ റഹിമഹുല്ലാ, ഫൈദുൽ ഖദീർ നോക്കിയാലോ, ആ ഫൈദുൽ ഖദീറിൽ അവിടെ ഉണ്ടതാ കാണാം. മേൽ മുനാവി ഇമാം റളിയല്ലാഹു അൻഹു ചൊല്ലുടെ എന്നിട്ട് ജാമി സഗീർ ഉദ്ധരിക്കുക 7657 ഹദീസ്. ഇതിൽ ചൊല്ലു ഫയഹ്റുമു ഇൻ ഖീഫ അലൈഹ ഔ മിൻഹാ അൽ ഫിത്ന. ഫിത്ന ഉണ്ട് ചൊല്ലുടെ ഉറപ്പുണ്ട, പുറത്തിറങ്ങണ്ട, പച്ച ഹറാമായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുക്ക് ഇല്ല മുൽതറ. ഒരു പെണ്ണ് ഡെലിവറിയുടെ സമയത്തിൽ പുറത്തിറങ്ങണം. പെണ്ണ് ഔത്തുൽ മാപ്പിളയില്ല, ഗൾഫിലായിട്ടില്ലേ, സാമാൻ കൊണ്ടുവരണം, മക്ക പട്ടിണിയോ എന്താക്കണോ, പുറത്തിറങ്ങണം. പ്രായമുള്ള ആൺമക്കളുണ്ട, പുറത്തിറങ്ങണ്ട, ആൺമക്കൾ കൊണ്ടുവരട്ടെ. ഇത്രയും വിഷയം ഡോക്ടറെ കാണുന്നു, പോയിട്ട് ഡോക്ടറെ പോയിട്ട് എന്ത് ചികിത്സിക്കാം. അല്ലാണ്ട് ഞങ്ങൾ സെലപ്പിംഗ് ഡോക്ടറെ മുട്ട പോയെങ്കിൽ ഡെലിവറി ജന്നാമത് ഡോക്ടറെ മുട്ട പോയെങ്കിൽ മുസ്ലിം ആവശ്യമുള്ള ഞങ്ങൾ അങ്ങനത്തെ പൊട്ട സെലപ്പിംഗ് എന്തല്ല. ഞങ്ങൾ 110 സുന്നിക. ഞങ്ങൾ ചെല്ലുന്ന ഒരേ ഒരു വിഷയം പെണ്ണ് പുറത്തിറങ്ങണ്ട, ജുമയോ ജമാഅത്തിന് പുറത്തു പോകണ്ട, ആവശ്യമില്ല. അത് പച്ച ഹറാമുണ്ട്. ഇമാമികൾ എല്ലാവരും രേഖപ്പെടുത്താറ്. ചുരുങ്ങിയ സമയത്തിൽ ചുട്ടുകായിട്ട് നിപ്പാട്ട് ഇതെല്ലാം വായിക്കൊല്ലെങ്കിൽ നമുക്ക് 2.5 ഗಂಟೆ വേണം, 2.5 വേണം. അത്രമാത്രം മുക്തകൾ ഞങ്ങളിട്ട് ഉണ്ട്. ടോട്ടലി ആയിട്ട് നാ ചൊല്ലുന്ന പെണ്ണ് പള്ളിക്ക് പോക്ക് ഹറാമായിട്ടിക്കണ്ട്, പുറത്തിറങ്ങൽ ഹറാമായിട്ടിക്കണ്ട്. പിന്നെ പള്ളിയുടെ വിഷയത്തിൽ ചർച്ച ചെയ്യും. ടോട്ടലി പള്ളിക്ക് പോകണ, പള്ളിക്ക് പോകണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു പെണ്ണ് പുറത്തിറങ്ങണ്ട. വസ്വലാത്തുഹുന്ന ഫീ ബുയൂത്തിഹിന്ന അഫ്ളൽ. അല്ലാഹു സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചിട്ട് ഞങ്ങളെ ഉമ്മമാർ, ഞങ്ങളെ സഹോദരികൾ, ഞങ്ങളെ ഭാര്യമാരെ എല്ലാവരെയും ഈ ആശയത്തിൽ ഉൾക്കൊള്ളുക അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.